ഹലോ ഗൈസ്, ഇത്രയും ദിവസം ഞാൻ വയനാട്ടിലായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ എറണാകുളത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഇത്രയും ദിവസം നാട്ടിൽ നിന്നിട്ട് പോകുമ്പോൾ ഒരു സങ്കടം, കാരണം ഫാമിലി ഒക്കെ വയനാട്ടിൽ തന്നെയാണുള്ളത്. അങ്ങനെ നമ്മൾ മാനന്തവാടി ടൗണിലെത്തിട്ടോ. നേരെ പോകുന്നത് ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ. ബസ് സ്റ്റാൻഡിൽ നിന്ന് പിന്നെ നേരിട്ട് കോഴിക്കോടേക്ക് ബസ്സും കയറി. ബസ്സിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും, ഇരിക്കാൻ സീറ്റ് കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് പറയാം. ഇത് കുറച്ചു ദിവസം മുമ്പുള്ള വീഡിയോ ആണ്. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി. വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശപ്പിന്റെ ഉക്കില് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് പോലും മര്യാദയ്ക്ക് അറിഞ്ഞിട്ടില്ല എന്ന് പറയാം. അതൊക്കെ കഴിഞ്ഞിട്ട് ബസ് വരാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ കിട്ടിയ ബസ്സിൽ ചാടി കയറി. അതാണെങ്കിൽ ഒരു കോട്ടയം ബസ്സായിരുന്നു. ഭാഗ്യത്തിനാണെങ്കിലോ ഈ ബസ്സിൽ ഇരിക്കാൻ സീറ്റും ഉണ്ടായിരുന്നു. കോഴിക്കോടൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങ് എത്തിയപ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ബസ് കുറച്ചു നേരം നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിരുന്നു. അങ്ങനെ നമ്മൾ പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ. അങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് നമ്മളിതാ ഉപ്പുച്ചിനെ കളിക്കാൻ വേണ്ടിട്ട് ഒരു കാറൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കോതമംഗലം ബസ്സും കാത്ത് നമ്മൾ കുറച്ചേരം അവിടെ ഇരുന്ന് ബസ്സൊക്കെ കിട്ടി നമ്മളിതാ നെല്ലിക്കുഴി വന്ന് ഇറങ്ങിട്ടോ. യാത്രാക്ഷീണം മാറ്റാൻ വേണ്ടിട്ട് ഇതാ നമ്മളൊരു ചായയൊക്കെ കുടിച്ചു. ശേഷം നമ്മൾ പെരയിലെത്തിയിട്ട് വാതിൽ ഉറക്കാണ് കേട്ടോ. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് 3:30 മണിയായിട്ടുണ്ട്. നേരം വെളുത്തപ്പോൾ ഞാൻ നേരെ താത്താൻ്റെ അടുത്തേക്കും പോയി. ചേപ്പത് ഐസ്ക്രീം ഒക്കെ തിന്നിരിക്കുകയാണ്. ഉപ്പുച്ചും മമ്മു ആണെങ്കിലോ ഐസ്ക്രീം തിന്നുന്ന തിരക്ക്. വൈകുന്നേരം ആയപ്പോ അച്ഛൻ പയ്യുത സ്കൂള് വിട്ട് വരികയാണ്. പയ്യൂട്ടി ആണെങ്കിൽ ആദ്യം എന്നെ കണ്ടപ്പോ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇത്ര ദിവസം ഇവിടെ ഉണ്ടായിട്ടില്ലായിരുന്നല്ലോ. പിന്നെ നമ്മളെല്ലാരും കൂടി ഇരുന്നിട്ട് കുൽഫി തന്ന്. അങ്ങനെ 4 മണി ചായയൊക്കെ നമ്മൾ 5 മണി ചായ ആക്കി കുടിക്കുകയാണ് കേട്ടോ. ഇതിന്റെ കൂടെ നമ്മളെ പാർലേജ് ബിസ്ക്കറ്റും. കുറെ നേരം എന്റെ ബേക്കിൽ കിടക്കുന്ന കാടമുട്ട മസാല ഉണ്ടാക്കി തരുമോന്ന് വെച്ചിട്ട് അങ്ങനെ ഓള് പറഞ്ഞ സാധനം ഞാൻ റെഡിയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓള് ഹാപ്പിയായി, കൂടെ ഞാനും.